ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അവൻ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്, സാത്താനെ പുറത്താക്കുകയാണ്. ശേഷം അവൻ തിരികെ വരുമ്പോൾ അടിച്ചു വാരിയിട്ടിരിക്കുന്ന വീട് സാത്താൻ കാണുകയാണ്. എന്ത് ചെയ്യുന്നു? അവൻ അതിനേക്കാൾ ശക്തരായ 7 പേരെ കൂടി കൂട്ടിക്കൊണ്ട് ആ ഭവനത്തിലേക്ക് വരികയാണ്. ഏറെ സങ്കടപ്പെടുത്തുന്നൊരു വചനം കൂടി അതിനവസാനം കുറിക്കുന്നുണ്ട്. ഇങ്ങനെയാണ്: അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിതി ആദ്യത്തിനേക്കാൾ മോശപ്പെട്ടതാണോ അതോ മെച്ചപ്പെട്ട അനുഭവങ്ങളാണോ? ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെടുകയാണോ ചെയ്യുന്നതെന്ന് ചിന്തിക്കണ്ടേ? പഴയതേപോലെ അങ്ങ് പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് ജീവിതം? കുഴപ്പമില്ല. ഇങ്ങനെയുള്ളൊരു പ്രതികരണം എല്ലാവരും പറയുക. സാരേ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെ പോയാൽ പോരല്ലോ. ദൈവകൃപയിൽ ജീവിച്ച ജീവിതം മെച്ചപ്പെടണ്ടേ? കൂടുതൽ മോശ അവസ്ഥയിലേക്ക് പോകാനാണെങ്കിൽ ഈ കൃപയുടെ ജീവിതം ആവശ്യമില്ലല്ലോ. സ്നേഹമുള്ളവരെ, ദൈവകൃപ നമ്മളിലേക്ക് വരുമ്പോൾ മെച്ചപ്പെട്ട ജീവിതങ്ങൾ ഉണ്ടാവണം. അടിച്ചു വാരിയിട്ട ജീവിതത്തിലേക്ക് വീണ്ടും സാത്താന് കയറാനുള്ള സ്പേസ് ഉണ്ടാകരുത്. അതിന് ആ ശൂന്യതയിലേക്ക്, ആ ശൂന്യതയിലേക്ക് വലിയ കൃപ നിറയപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഒരു ശൂന്യമായ മുറിയിലേക്ക്, ഉപകരണങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മുറികൾ തുറന്നിട്ടിരിക്കുന്ന പോലെ അങ്ങനെ ആവാതെ ജീവിതം നിറയപ്പെടണം. പല കാര്യങ്ങളാൽ നിറയപ്പെടണം, കൃപകളാൽ നിറയപ്പെടണം, സമ്പന്നമാകണം. അപ്പോൾ നമ്മുടെ ജീവിതം ആദ്യത്തേനേക്കാൾ മോശമല്ല, മെച്ചപ്പെട്ടതായി മാറണം. ഈ പ്രഭാതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടാവണം. നാളത്തെ ദിവസം ഇന്നത്തേതിനേക്കാൾ കൃപയുള്ളതാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. മറ്റന്നാൾ ഈ ദിവസത്തേക്കാൾ 2 ദിവസങ്ങളെക്കാൾ അല്പം കൂടി കൃപയുള്ളതായി തീരണം. ഈ ഒരാഴ്ചക്കാലം അവസാന ഞായറാഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കണം, കഴിഞ്ഞ ഞായറാഴ്ചയേക്കാൾ ഒരു പിടി നല്ല കൃപകൾ ആർജിക്കാൻ കിട്ടിയ ഒരാഴ്ചക്കാലമായിരുന്നല്ലോ ഇതെന്ന്. ഇങ്ങനെയാണ് കൃപയുടെ വർധനവ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആദ്യത്തിനേക്കാൾ മോശമല്ല, അതിനേക്കാൾ മെച്ചപ്പെട്ട കുടുംബാനുഭവങ്ങൾ, കൃപയുടെ അനുഭവങ്ങൾ കുടുംബത്തിലേക്ക് നിറയട്ടെ. ആമേൻ.